രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അശ്ലീല സന്ദേശ വിവാദത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെങ്കിൽ അത് തെളിയിക്കണം, നിയമപരമായി മുന്നോട്ടു പോകണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ വനിതാ നേതാവ് അയച്ച സന്ദേശം. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. നൃപ്പൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൃപ്പൻ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം പുറത്തേക്ക് വരുന്ന പരാതികളിൽ ഒരു വിഭാഗം നേതാക്കളടക്കം രാഹുലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. രാഹുൽ തെറ്റുകാരനല്ലെങ്കിൽ അത് തെളിയിക്കണമെന്നടക്കമുള്ള സന്ദേശങ്ങളാണ് ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സമീപ ദിവസങ്ങളിൽ നടന്നു വരുന്ന ആദ്യം ഓഡിയോ സന്ദേശത്തിലേക്കൊന്ന് പോയി വരാം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇത് കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് ഗ്രൂപ്പിലെ വൈസ് പ്രസിഡന്റുമാരുണ്ട്, ബാക്കിയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് നിൽക്കുന്ന പെൺകുട്ടികൾക്കും ഉണ്ടാകും. അവരെയും വളരെ മോശക്കാരായിട്ട് പലരും ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി അതിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത്. ഇപ്പൊ ഇത് പറയുമ്പോൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് ഈ ഗ്രൂപ്പിൽ പറയും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പേര് വലിച്ചിഴച്ച ആ ഒരു ചാനൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ നിങ്ങളുടെ പേര് ഇന്നയാളാണോ എന്ന് ചോദിച്ചു നിങ്ങൾ ആ വ്യക്തി ഒഫീഷ്യലി ലീഗലി മൂവ് ചെയ്തിട്ടില്ല, എന്നാൽ നിങ്ങളുടെ പേര് ആരോപണ വിധേയമായി TV-കളിലൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാളെ ആ വ്യക്തിക്ക്, ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കണം. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റുമാരോട് നിങ്ങൾ കൃത്യമായി കേസ് കൊടുക്കണം. കാരണം സത്യം സമൂഹത്തിന് അറിയണമല്ലോ. ഒരു പെണ്ണുപിടിയനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൃപ്പൻ, സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ വനിതാ നേതാവ് അയച്ച സന്ദേശമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നടക്കമാണ് നേതാവ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നിരന്തരം പുറത്തേക്ക് വരുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ പരാതികളിൽ തെറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ പ്രതികരിച്ചില്ല എന്നതടക്കം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം സമീപ ദിവസങ്ങളിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, വിവാദങ്ങൾ ഇതെല്ലാം മുൻനിർത്തി പ്രതിപക്ഷ നേതാവ് നടത്താനിരുന്ന വാർത്താ സമ്മേളനം അടക്കം മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആര്യ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ പ്രതികരണത്തെ സംബന്ധിച്ചിട്ടുള്ള സംവാദത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ ചർച്ചയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നടക്കുന്നത്. ആ ഗ്രൂപ്പിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടായി. ഒരു വിഭാഗം നേതാക്കൾ ഇത് യൂത്ത് കോൺഗ്രസിനെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കുണ്ട്. അത് ആ നിലപാടാണ് ഈ വനിതാ നേതാവ് മാത്രമല്ല പലരും ഗ്രൂപ്പിൽ പ്രതികരിക്കുന്നുണ്ട്. അതിലാണ് വനിതാ നേതാവ് വളരെ വിശദമായി പറയുന്നത്, ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ആ വനിതയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അവർക്കെതിരെ ഈ കാര്യങ്ങളിലുള്ള സത്യസന്ധമായ വാർത്താ സമ്മേളനം വിളിച്ചോ മാധ്യമങ്ങളുടെ മുന്നിൽ അത് പ്രഖ്യാപിക്കുകയും വേണം. അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വ്യക്തിപരമായ ഒരു നിലപാട് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിൽ നിൽക്കുന്ന സംസ്ഥാന പ്രസിഡന്റിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. യൂത്ത് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന നിരവധി വനിതകൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ആ യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെ കൂടി ബാധിക്കുന്ന, അവരെക്കുറിച്ച് തന്നെ മോശമായി ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള അവഹേളനം നിറഞ്ഞ ഒരു പ്രവർത്തനത്തിലേക്ക്, ഒരു പ്രചരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടി ഓരോ വനിതയുടെ കൂടി മാന്യതയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ തുറന്ന നിലപാട് സ്വീകരിക്കുകയും വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെ ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നിലപാട് പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു നേതാവല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇത് നിയമപരമായ നടപടി സ്വീകരിക്കണം. നിയമപരമായി ഇക്കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാനുള്ള ആർജവം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കാണിക്കണമെന്നാണ്. ഇത് വനിതാ നേതാവ് ആ ഗ്രൂപ്പിൽ ഈ വോയിസ് മെസ്സേജ് ഇട്ട ശേഷം കഴിഞ്ഞ ദിവസം രാത്രി വലിയ തരത്തിലുള്ള തർക്കവിതർക്കങ്ങളായി ഗ്രൂപ്പിൽ നടന്നു. ഒരു വിഭാഗം നേതാക്കൾ വനിതാ നേതാവിൻ്റെ നിലപാടിനൊപ്പവും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ കാര്യങ്ങളിലുള്ള നിലപാട്
നിലപാടിനെ സംബന്ധിച്ച് അവ്യക്തതയെ സംബന്ധിച്ചും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. മറുവിഭാഗം നേതാക്കൾ വലിയ തരത്തിൽ ഈ വനിതാ നേതാവിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, ഒറ്റപ്പെടുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഗ്രൂപ്പിൽ നടത്തിയത്. അത് സംബന്ധിച്ച തുടർ ചർച്ചകളും ഗ്രൂപ്പിലുണ്ടായി. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള VP ദുൽകിഫിൽ അദ്ദേഹം ശക്തമായ നിലപാട്, ഇങ്ങനെ ഈ പറയുന്ന വിമർശിക്കുന്ന ആൾക്കാരെ വീണ്ടും വിമർശിക്കുന്ന സമീപനം സ്വീകരിക്കരുത്. ഇക്കാര്യത്തിൽ വനിതാ നേതാവ് തുറന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് അവർക്ക് ഇക്കാര്യത്തിൽ അവർ പറഞ്ഞത് മറ്റ് തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപമായി കാണേണ്ടതില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവർ മാന്യമായ പ്രതികരണമാണ് ആഗ്രഹിക്കുന്നത്. ഈ സംഘടനയിൽ വിശ്വസിക്കുന്ന വനിതകളുടെ ഏവരുടെയും ആവശ്യവും നിലപാടുമാണ്. അതുകൊണ്ട് ഈ VP ദുൽകിഫിൽ അടക്കമുള്ള നേതാക്കൾ ശക്തമായ പിന്തുണ ഈ വോയിസ് മെസ്സേജ് വനിതാ നേതാവിന് ആ ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള തർക്കം നടക്കുകയാണ്. ഒപ്പമാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത് ഗൗരവതരമായ ആരോപണമാണ് എന്ന് AICC നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് എന്നതാണ്. AICC നേതൃത്വത്തിന് മുൻപ് ലഭിച്ച പല പരാതികളും KPCC നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. KPCC നേതൃത്വം അടിയന്തരമായി ഈ വിഷയം അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ, ആരോപണ വിധേയനെതിരെ പരിശോധിച്ച് നടപടി സ്വീകരിക്കണം. ഇത് ലാഘവ ബുദ്ധിയോടെ കാണരുത് എന്ന കർക്കശമായ നിലപാടാണ് നൽകിയിട്ടുള്ളത്. AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കം ഇക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിക്കണമെന്ന് കേരളത്തിലെ KPCC നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട വിവരവുമായി കൂട്ടിച്ചേർക്കാനുള്ളത് ആര്യ നേരത്തെ മുഖവരയായി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് BD സതീശൻ മറ്റ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് വാർത്താ സമ്മേളനം അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ താമസം നേരിട്ടതുകൊണ്ട് വാർത്താ സമ്മേളനം അവസാന നിമിഷത്തോടെ മാറ്റി 10:15 കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചത്. പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിച്ചേരാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയതിനെ തുടർന്ന് വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. അതിനുശേഷം ഇന്ന് വാർത്താ സമ്മേളനം നടത്തും. ആ മാറ്റിവെച്ച സമ്മേളനം ഇന്ന് വാർത്താ സമ്മേളനം ഇന്നത്തേക്ക് നടത്തുമെന്ന അറിയിപ്പുമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ അറിയുന്നത് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം മാറ്റി ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം പ്രതിപക്ഷ നേതാവ് മാറ്റിവെച്ചിരിക്കുകയാണ്. പലതരത്തിലുള്ള ആശയക്കുഴപ്പം കോൺഗ്രസ് ലീഡർഷിപ്പിനുണ്ട്. AICC നേതാക്കളിൽ നിന്ന് നമുക്ക് അടുത്തറിയാൻ കഴിയുന്നത് ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്നവർക്കെതിരെയും കർക്കശമായ നടപടി ഉണ്ടാകുമെന്നാണ്. ഒരു തരത്തിലും ഇങ്ങനെ കുറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ട് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന, പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ആരോപണം വന്ന സ്ഥിതിക്ക് അത് സജീവമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി തന്നെ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടിയും ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നടപടി എന്താണ്, അത് നേതാവിൻ്റെ പേര് ആ പെൺകുട്ടി പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അത് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞതാണ്, തനിക്ക് അടുത്ത ബന്ധമുള്ള, വളരെയേറെ ബഹുമാനിക്കുന്ന നേതാക്കൾ ആ പാർട്ടിയിലുണ്ട്, തനിക്ക് വലിയ തരത്തിൽ ബഹുമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ കുറ്റത്തെ കരുതി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്താൻ താൻ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ മറ്റ് മാധ്യമങ്ങൾ നൽകിയ അഭിമുഖങ്ങളിൽ അവർ പറഞ്ഞത് കാത്തിരിക്കുന്നുണ്ട് എന്ത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. താൻ ഈ ആരോപണം ഉന്നയിച്ച ശേഷവും വീണ്ടും പുതിയ പദവികൾ ഈ ആരോപണ വിധേയനായ നേതാവിന് നൽകി. കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടെല്ലാം താൻ ഇത് അറിയിച്ചു. പക്ഷേ പലരുടെയും അഭിപ്രായം ഈ ആരോപണ വിധേയൻ ഉന്നയിച്ച ഹൂ കെയേഴ്സ് എന്ന അതേ മറുപടിയാണ് വന്നത് എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഉണ്ടായി. ഇതൊക്കെ AICC നേതൃത്വത്തെ, പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവാണ് ദീപാദാസ് മുൻഷി. മറ്റ് പല പരാതികൾ ഇതിനു മുമ്പ് AICC നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ പരാതികളെല്ലാം പകർപ്പായി KPCCക്ക് നൽകിയിട്ടുണ്ട്, ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടി പരിശോധിച്ചുകൊണ്ട് കർശനമായ നടപടി എടുക്കണമെന്നാണ് നിർദ്ദേശം. മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കാര്യത്തിൽ കർക്കശ നടപടിയിലേക്ക് പോകണമെന്ന അഭിപ്രായം കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കുമുണ്ട് എന്നതാണ്. ഒരു വിഭാഗം നേതാക്കൾ ഇത് KPCC അധ്യക്ഷനെയും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ട് അടുത്ത ബന്ധമുള്ള നേതാക്കൾ അദ്ദേഹത്തെയും ഇക്കാര്യത്തിൽ പറഞ്ഞു കുറ്റക്കാരെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്ന നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നതാണ്. വാർത്താ സമ്മേളനം എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാറ്റിയത് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെ വന്നിട്ടുമില്ല. ആര്യ. തീർച്ചയായും നിർഭൻ, അത് തന്നെയാണ്. നിരവധി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലും യാതൊരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ ആരോപണ വിധേയർക്ക് സ്ഥാനമാനങ്ങൾ നൽകി സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. അതായത് ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം വേട്ടക്കാരെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. ഒരുപക്ഷെ അത് തന്നെയാണ് ഈ നിരവധി പരാതികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയത്. ഹൈക്കമാൻഡ് അടക്കം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലേ?
തീർച്ചയായും അത് തന്നെയാണ് ആര്യ ഞാൻ കൂട്ടിച്ചേർത്തത്. ഏറ്റവും പുതിയ അപ്ഡേഷനായി നമ്മൾ നൽകിയതും അത് തന്നെയാണ്. ഹൈക്കമാൻഡ് AICC ലീഡർഷിപ്പ് ഇക്കാര്യത്തിൽ കർക്കശമായ നടപടി ഉണ്ടാകണം എന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിയെന്നതാണ്. കേരളത്തിലെ KPCC ലീഡർഷിപ്പുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ഇത് സംബന്ധിച്ച ആശയവിനിമയം AICC ലീഡർഷിപ്പ് നടത്തിയെന്നതാണ്. അവർക്ക് സമാനമായ നിരവധി പരാതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. പലരും വ്യക്തിപരമായ പരാതികൾ നൽകിയിട്ടുണ്ട്. സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിലുള്ള പലരും സമാനമായ പരാതികൾ നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരാതികളുടെ പകർപ്പ് കൂടി ചേർത്താണ് AICC ലീഡർഷിപ്പ് സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തന്നെ നേരിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു എന്ന വിവരങ്ങൾ കൂടി അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നുണ്ട്, ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ വലിയ തരത്തിൽ പാർട്ടിക്കും സംഘടനയ്ക്കും ക്ഷീണമായി മാറും. ഈ പറയുന്ന കുറ്റക്കാരെ സംരക്ഷിക്കുന്നവർക്കും എതിരെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിലെ കോൺഗ്രസിലെ സംഘടനാ സംവിധാനത്തിൽ പ്രത്യേകിച്ച് ചില കോക്കസുകൾ പ്രവർത്തിച്ചിരുന്നു. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതിനെ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഈ എക്സ്പീരിയൻസ് ഉള്ള, അതായത് താഴെത്തട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കളെ തഴഞ്ഞതുമൊക്കെ വലിയ തരത്തിൽ അന്ന് തന്നെ വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ സംഭവങ്ങൾ എന്നതാണ്. നേരത്തെ തന്നെ പലരും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി ഈ നേതാവ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി A ഗ്രൂപ്പിൻ്റെ നേതാവായി മറ്റൊരു നേതാവിനെയാണ് ഉമ്മൻചാണ്ടി അടക്കം മുന്നോട്ട് വച്ച പേര്. അത് തഴഞ്ഞുകൊണ്ട് A ഗ്രൂപ്പ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന പ്രസിഡന്റായി നിശ്ചയിക്കുകയായിരുന്നു. തുടർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിനകത്ത് വ്യാജ രേഖ ചമച്ച സംഭവങ്ങൾ ഉണ്ടായി. വ്യാജ ID കാർഡ് നിർമ്മിക്കുന്നു, അങ്ങനെ വ്യാജ വോട്ട് രേഖപ്പെടുത്തി വിജയിച്ചു എന്ന പരാതികൾ വരുന്നു. അത് കേസ് പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്, കോടതിയിലാണ് ആ കേസ് കിടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ നേതാക്കളും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാക്കളൊക്കെ വലിയ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ആ എതിർപ്പെല്ലാം അവഗണിച്ച് ചിലരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചത്. ആ കോക്കസിനെതിരെ വലിയ തരത്തിലുള്ള ഇപ്പോൾ വിമർശനം ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ വച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. സംഘടനയ്ക്ക് ആകെ അപമതിപ്പുണ്ടാകുന്ന അപകീർത്തികരമായ പ്രവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ മുളയിലെ നുള്ളിക്കളയണമായിരുന്നു, പക്ഷേ ആ ഘട്ടത്തിൽ ജാഗ്രതയോടെയുള്ള സമീപനം ലീഡർഷിപ്പ് എടുത്തിരുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അതുകൊണ്ട് AICCയുടെ ഈ നിർദ്ദേശം കർശനമായി പാലിക്കണം എന്ന നിർദ്ദേശം KPCC എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ആര്യ. ശരി, നൃപ്പനാണ് വിവരങ്ങൾ നൽകിയത്.